ഗീതു മോഹൻദാസിന്റെ ടോക്സിക് സിനിമയിലെ വീഡിയോയെ പിന്തുണച്ച് റിമ കല്ലിങ്കൽ ചിത്രത്തിന്റെ ടീസറിൽ വിവാദമായ നായകന്റെ ഇൻട്രോ സീനിനെ അശ്ലീലം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നവർക്ക് മറുപടി എന്ന രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന കുറിപ്പ് പങ്കുവച്ചാണ് റിമ പിന്തുണ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ടീസർ സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് രീതിയിൽ വൈറലായിരുന്നു. ഹരികൃഷ്ണൻ ശരിയാണ്. ഹരികൃഷ്ണൻ, ഈ വിഷയം നേരത്തെ തന്നെ ആദ്യത്തെ ടീസറും രണ്ടാമത്തെ ടീസറും വിവാദമായ പശ്ചാത്തലമുണ്ട്. ഇതിനെതിരെ ചില സംവിധായകർ ഒക്കെ രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഇതിന്റെ പുതിയ അപ്ഡേഷൻ? രഞ്ജിത്ത്, ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ടോക്സിക് എന്ന സിനിമയിലെ നായകനായ യഷിൻ്റെ പിറന്നാൾ. ഈ യഷിൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ടോക്സിക് സിനിമയിലെ അണിയർ പ്രവർത്തകർ ഈ വീഡിയോ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ യഷിൻ്റെ പിറന്നാൾ ദിനത്തിൽ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അന്നും ഇതുപോലെ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വീഡിയോയിലും അതേ രീതിയിലുള്ള വിമർശനങ്ങൾ ഗീതു മോഹൻദാസ് നേരിടേണ്ടിയും വന്നു. ഗീതുവിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് WCC അംഗവും കൂടിയായിരുന്ന ഗീതു മോഹൻദാസ് ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന നിലപാട് സിനിമകളിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിരുന്ന ഗീതു മോഹൻദാസ് സംസ്ഥാനം മാറിയപ്പോഴേക്കും അത് മാറുന്നൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയോ സ്വന്തം സിനിമയിൽ തന്നെ ഇതുപോലെ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന നിലയിലേക്ക് വീഡിയോ ചിത്രീകരിച്ചത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഗീതു കേൾക്കേണ്ടി വന്നത്. ഏതായാലും റിമ കല്ലിങ്കൽ ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ഗീതുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് രണ്ട് കഥാപാത്രങ്ങൾ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നു. റിമ കോട്ട് ചെയ്യുന്ന കുറച്ചധികം സിനിമകളും കൂടിയുണ്ട്. ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, 4 years, മായാനദി, ഈ സിനിമകളിലൊക്കെ തന്നെ ഇതുപോലുള്ള രംഗങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ DS ഇറ എന്ന സിനിമയിൽ അതുല്യയ്ക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ റിമ ചോദിക്കുന്നുണ്ട്. അതായത് അതിൽ പ്രണവ് മോഹൻലാലും അതുല്യ ചന്ദ്രനും ഒരുമിച്ചുള്ള ഒരു ലൈംഗിക ബന്ധ രംഗമുണ്ട്. അതിനകത്ത് അതുല്യ എത്രമാത്രം സോഷ്യൽ മീഡിയ വിമർശിച്ചുവെന്നും പ്രണവിനെ ഒരു തരത്തിൽ പോലും ആരും വിമർശിക്കാത്ത രംഗവും സിറ്റുവേഷനുണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രം ഇങ്ങനെ വിമർശിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കണ്ണ് ഇതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിമ ഈ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ടോക്സിക്കിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഏകദേശം 200 മില്യണോളം കാഴ്ചക്കാരായി മാറി. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ എത്രമാത്രം തരംഗമായി മാറി എന്നുള്ളത് ആ 200 മില്യൺ കാഴ്ചക്കാരിൽ നിന്ന് കണക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയുള്ളൊരു വീഡിയോയാണ് ഇപ്പോൾ ഗീതു മോഹൻദാസിനെതിരെ ശക്തമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ വന്നത്. ഇതിന് പിന്തുണച്ചുകൊണ്ടാണ് റിമ കല്ലിങ്കലും ദിവ്യപ്രഭയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇപ്പോൾ ഗീതുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം തന്നെ തുടരുകയാണ്. വളരെയധികം സോഷ്യൽ മീഡിയ അറ്റാക്ക് തന്നെയാണ് ഗീതു മോഹൻദാസ് ഈ വീഡിയോൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്നത്. ഏതായാലും ചിത്രം മാർച്ച് 19 റിലീസിനെത്താൻ പോവുകയാണ്. രഞ്ജിത്ത്, ശരി ഹരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.